താമരശ്ശേരി ചുരത്തിൽ KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച അപകടം, ആർക്കും പരിക്കില്ല. അപകടത്തിന് പിന്നാലെ ചുരത്തിൽ ഗതാഗത തടസ്സം നേരിടുകയാണ്. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് ചേരുന്നു. സമീർ, എന്താണ് നിലവിലെ അവസ്ഥ? താമരശ്ശേരി ചുരത്തിലെ 6-ാം വളവിന് സമീപമാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. 2 ബസ്സുകൾ കൂട്ടിയിടിച്ചാണ് അപകടം. സുൽത്താൻ ബത്തേരിയിലേക്ക് പോകുകയായിരുന്ന KSRTC ബസ്സും അതുപോലെ തന്നെ കോഴിക്കോട്ടേക്ക് വരികയായിരുന്ന KSRTC ബസ്സും തമ്മിലാണ് കൂട്ടിയിടിച്ചിരിക്കുന്നത്. എന്നാൽ വലിയ രീതിയിലുള്ള അപകടമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആശ്വാസം നൽകുന്ന കാര്യമാണ്. എന്നിരുന്നാലും വലിയ രീതിയിലുള്ള ഒരു ഗതാഗത കുരുക്ക് ഇപ്പോൾ ചുരത്തിൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, അവധി ദിവസങ്ങളായിരുന്നു. അതിന് പിറകെയുള്ള ഒരു പ്രവൃത്തി ദിവസമാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ വാഹനങ്ങൾ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. കൂടാതെ ഇന്ന് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യമുള്ളത് കൊണ്ട് തന്നെ വലിയ രീതിയിൽ ആ പരിപാടിക്ക് പ്രധാന പരിപാടിയിലേക്ക് ഭാഗമാവുന്നതിന് വേണ്ടിക്കൊണ്ട് കോഴിക്കോട് ഭാഗത്തു നിന്നൊക്കെ നിരവധി പേർ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഗതാഗത കുരുക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഏതായാലും ഈ KSRTC ബസ്സുകൾ അരികിലേക്ക് മാറ്റിക്കൊണ്ട് ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് സന്നദ്ധ സംഘടനകളുടെ സാന്നിധ്യമുണ്ടായിരുന്നു. എന്നാൽ സന്നദ്ധ സംഘടനകൾ അത്തരം പ്രവർത്തികളിൽ ഇടപെടരുത് എന്നുള്ള നിർദ്ദേശമാണ് അതിന്റെ പശ്ചാത്തലത്തിൽ അത്തരം സംഘടനകളൊന്നും തന്നെ ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നില്ല, അവരുടെ പ്രവർത്തനങ്ങളുമില്ല. അത്തരം ഒരു സാഹചര്യം കൂടി ഈ ഒരു ട്രാഫിക് നിയന്ത്രണത്തെ ബാധിക്കുന്നുണ്ട്. എന്തായാലും ഈ ബസ്സുകൾ മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ആർക്കും അപകടമില്ല. താമരശ്ശേരി ചുരത്തിൽ KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ചു. പക്ഷേ ചുരത്തിൽ ഗതാഗത തടസ്സം നേരിടുകയാണ്. ആ തടസ്സം നീക്കാനുള്ള ശ്രമത്തിലാണ് അധികൃതർ.